ഇവര് രണ്ടുപേരും ട്വിൻസാണെന്ന് കണ്ടാ പറയോ? ട്വിൻസാണ് കേട്ടോ. എൻ്റെ 2 കുട്ടി കസിൻസാണ്. അവര് ബാംഗ്ലൂര് സെറ്റിൽഡാണ്. പക്ഷെ നാട്ടിലോട്ട് വന്നേ കേട്ടോ. ഇപ്പഴും എൻ്റെ വല്യമ്മച്ചിയുടെ കൊച്ചുമക്കളാണ്. ചേച്ചിയുടെ മക്കളാണ്. അപ്പൊ അവരും ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ വൃത്തിയാക്കാൻ കൂടെ. മുകളിൽ ഉള്ളതൊക്കെ അവനാണ് എടുത്ത് വെച്ച് തന്നത് ആദി. കാരണം അവന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ എത്തത്തില്ല കേട്ടോ. അപ്പൊ ആദിയാണ് എനിക്ക് അവിടെ എല്ലാം എടുത്ത് വെച്ച് തന്നത്. കിറ്റുകളെല്ലാം തന്നെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് കണ്ടിന്യൂസ് മഴയാണെന്ന് അമ്മൂമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈർപ്പം അടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ വെള്ള പൂപ്പൽ പോലെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറിയോനെ പേടിയായിട്ട് അവൻ അടുത്തൂടെ പോലും വരത്തില്ല. താഴെയൊക്കെ നമ്മൾ ഒരുവിധം ക്ലീൻ ആക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ നടു ഒടിഞ്ഞു. കാരണം അത്രയും പൊടികളുണ്ടായിരുന്നു. വീട് വെച്ചിട്ട് നമ്മളിപ്പോൾ 7-8 മാസം കഴിഞ്ഞെന്ന് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം 7-8 മാസമായി കേട്ടോ. വാക്യൂം ക്ലീനർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പകുതി പണി കുറവുണ്ടായിരുന്നു. അതിൽ മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സെറ്റിലെ ഡസ്റ്റ് എല്ലാം നമ്മുടെ വാക്യൂം ക്ലീനർ കൊണ്ടാട്ടോ ക്ലീൻ ചെയ്തത്. പിന്നെ ആ സെറ്റ് ഇട്ടിരുന്നിടത്തൊക്കെ നല്ല സ്പേസ് മീൻസ് പൊടി ഉണ്ടായിരുന്നു. സ്പേസ് എന്ന് ഭയങ്കര പൊടിയായിരുന്നു. അതെല്ലാം ഞാനും ആദ്യം കൂടെ ആ സെറ്റ് ഇങ്ങോട്ട് നമ്മൾ കോർണർ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ സെറ്റ് കേട്ടോ. അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിനടിയിൽ പൊടിയാണ് കാണും. ഇത് അതിനടിയിൽ മാത്രം ഉണ്ടായിരുന്ന പൊടിയായിരുന്നു. ഇനിയിപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ആൾക്കാരെ വിളിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. തൂണിലും തുരുമ്പിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ എത്തത്തില്ല നമ്മുടെ കൈ. അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ്ങിന് ആളുകളെ പെട്ടെന്ന് വിളിച്ച് ക്ലീൻ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഫുൾ മഴയാണ് കേട്ടോ. ഇതാണ് പുറത്തെ അവസ്ഥ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി.